സെക്യൂരിറ്റി ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഒരു മികച്ച അവസരമാണ് വന്നിട്ടുള്ളത്. ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട്. മലയാളി പുരുഷന്മാർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ദുബായിലേക്ക് ഒഡാപെക്കിൻ്റെ പുതിയ റിക്രൂട്ട്മെൻ്റ് ആണ്. കേരള സർക്കാരിൻ്റെ സ്ഥാപനമാണ് ഒഡാപെക്കിൻ്റെ പുതിയ റിക്രൂട്ട്മെൻ്റാണിത്. സെക്യൂരിറ്റി തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. പുരുഷന്മാർക്ക് മാത്രമാണ് അവസരം. ഓർക്കുക, സ്ത്രീകളെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല. താല്പര്യമുള്ളവർക്ക് 2025 മാർച്ച് 5 വരെ ഇമെയിൽ അയച്ച് അപേക്ഷിക്കാവുന്നതാണ്. 25-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ജോലിക്കായിട്ട് അവർക്ക് ആ ഒരു ഏജ് ലിമിറ്റിൽപ്പെട്ടവരെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇളവുകൾ ഉണ്ടായിരിക്കില്ല. അതായത് 25-ന് താഴെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ, അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിലും ഇളവുകൾ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർ അയച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. ഇമെയിൽ വഴി നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കേണ്ടതില്ല. യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് SSLC ആണ്. 10ാം ക്ലാസ് പാസ്സായവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സെക്യൂരിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും സേന വിഭാഗങ്ങളിൽ ജോലി ചെയ്തുള്ള 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വേണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നിങ്ങൾക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും സേന വിഭാഗങ്ങളിൽ ജോലി ചെയ്തുള്ള 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. വെറുതെ പരിചയം ഉണ്ടായാൽ മാത്രം പോരാ, വെറുതെ CV-യിൽ കാണിച്ചാൽ പോരാ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. സെക്യൂരിറ്റി ലൈസൻസ് ഉള്ളവർക്കും ആർമി അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് പശ്ചാത്തലത്തിൽ നിന്നുള്ളവർക്കും മുൻഗണനയുണ്ട്. ഓർക്കുക, സെക്യൂരിറ്റി ലൈസൻസ് ഉള്ളവർക്കും ആർമി അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് പശ്ചാത്തലത്തിൽ നിന്നുള്ളവർക്കും മുൻഗണന ഉണ്ടാകും. ബാക്കി ശാരീരിക യോഗ്യതകൾ പരിശോധിച്ചാൽ പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുക. മികച്ച ശാരീരിക ക്ഷമത ആവശ്യമാണ്. 175 സെൻറ്റിമീറ്ററാണ് ഉയരം വേണ്ടത്. മികച്ച കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ഉണ്ടായിരിക്കണം. രോഗങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ശരീരത്തിൽ പാടുകളും ദൃശ്യമായ ടാറ്റുകളും ഇല്ലാത്ത സ്മാർട്ടായിട്ടുള്ള ആളുകളായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കണം. മറ്റേതെങ്കിലും ഭാഷ അറിഞ്ഞിരിക്കുന്നതും നന്നായിരിക്കും. പൊതുസുരക്ഷ നിയമങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. സാധാരണ സെക്യൂരിറ്റി പ്രൊസീജിയർ അറിഞ്ഞിരിക്കണം. ഇനി ഇതിലേക്ക് ശമ്പളം എത്രയാണെന്ന് നോക്കിയാൽ, ജോലി ലഭിച്ചാൽ 2262 ദിർഹം ശമ്പളം കിട്ടും. ഏകദേശം 51,000 ഇന്ത്യൻ രൂപ. ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള jobs@odapec.in എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കുമ്പോൾ CV മാത്രമായിട്ടല്ല അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു PDF ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ ഇതിലേക്ക് അയച്ചു കൊടുക്കാൻ. ഇതേ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. മാർച്ച് 5-ാം തീയതി വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം. അപ്പോൾ യോഗ്യതയുള്ളവർ ആരും തന്നെ ഈ ഒരു അവസരം വിട്ടുകളയേണ്ട. മികച്ച അവസരമാണ്, പാഴാക്കരുത്. യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മികച്ച അവസരമാണ്, അവർക്കും തൊഴിൽ ലഭിക്കുക. നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക.